നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. ഹോർമോൺ ബാലൻസ് തകരാറിലാക്കുന്ന പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. മനുഷ്യ ശരീരത്തിൽ ഏതാണ്ട് 50-ലധികം തരം ഹോർമോണുകൾ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ മുടി എത്ര വേഗത്തിൽ വളരുന്നു, ശരീരഭാരം എത്ര കൂടുന്നു അല്ലെങ്കിൽ കുറയുന്നു, നമ്മുടെ ശരീരം പഞ്ചസാര എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു, ആർത്തവ ചക്രം എന്ന് തുടങ്ങി ശരീരത്തിലെ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഹോർമോണുകളാണ്. ശരീരത്തിലെ വിവിധ കോശങ്ങളും ഗ്രന്ഥികളുമാണ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ ഏതാണ്ട് 50-ലധികം തരം ഹോർമോണുകൾ ഇതുവരെ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയുടെ ഏറ്റക്കുറച്ചിലുകൾ പലതരം ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. അപ്പോൾ ശരീരത്തിലെ ഹോർമോൺ ബാലൻസ് തകിടം മറിക്കുന്ന പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തേതാണ് ഡയറ്റിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ പ്രോട്ടീൻ അമിതമായിട്ട് നിയന്ത്രിക്കുന്നത് ഹോർമോൺ ബാലൻസ് കുഴപ്പത്തിലാക്കും. പ്രോട്ടീനാണ് ഹോർമോണുകളുടെ ബിൽഡിംഗ് ബ്ലോക്കുകൾ. കൂടാതെ കാർബോഹൈഡ്രേറ്റുകൾ ഹോർമോൺ ഉൽപ്പാദനത്തിന് ഊർജം നൽകുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യമാണ് കുടലിൻ്റെ ആരോഗ്യം മോശമാകുന്നത് ഹോർമോൺ ബാലൻസ് ഇല്ലാതാക്കും. കുടലിൻ്റെ ആരോഗ്യം മോശമാകുക എന്നാൽ ഹോർമോൺ മെറ്റബോളിസത്തെ സഹായിക്കുന്ന നല്ല ബാക്ടീരിയ കുറയുക എന്നതാണ് അത് അർത്ഥമാക്കുന്നത്. ഹോർമോൺ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന ദോഷകരമായ തന്മാത്രകളോട് പോരാടാൻ ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൂടിയേ തീരൂ. അതുകൊണ്ട് തന്നെ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ കുറവും അതുപോലെ തന്നെ ഗട്ട് ഹെൽത്ത് മോശമാകുന്നതും ഇതുപോലെ ഹോർമോൺ തകരാറിലാക്കുന്നതിൻ്റെ ഒരു കാരണമാണ്. മൂന്നാമത്തെ കാര്യമാണ് വിട്ടുമാറാത്ത മാനസിക സമ്മർദ്ദം ഹോർമോൺ ബാലൻസ് പ്രശ്നത്തിലാക്കും. സമ്മർദ്ദം ഉറക്കമില്ലായ്മയിലേക്കും അതുപോലെ സ്ട്രെസ് ഹോർമോൺ പുറന്തള്ളുന്നതിലേക്കും നയിക്കും. സ്ട്രെസ് ഹോർമോൺസ് ആയ കോർട്ടിസോൾ റിലീസ് ചെയ്യുന്നത് വഴി ഇത് പലതരത്തിലുള്ള ഹോർമോൺ പ്രശ്നങ്ങൾക്കും പലതരത്തിലുള്ള അസുഖങ്ങൾക്കും കാരണമാവാറുണ്ട്. നാലാമത്തെ കാര്യമാണ് ദിവസവും ഉപയോഗിക്കുന്ന സ്കിൻ കെയർ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഹെയർ കെയർ പ്രോഡക്ട്സ്, പെർഫ്യൂം, പ്ലാസ്റ്റിക് വസ്തുക്കൾ, സ്റ്റിറോയിഡ് ടാബ്ലറ്റ്സ്, ഇങ്ങനെ ചില മരുന്നുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം ഇവയൊക്കെ ഹോർമോൺ ബാലൻസ് തകരാറിലാക്കാറുണ്ട്. അഞ്ചാമത്തെ കാര്യമാണ് ഡീഹൈഡ്രേഷൻ. ഹോർമോൺ പ്രവർത്തനത്തിനും ഉൽപ്പാദനത്തിനും പരമപ്രധാനമാണ് ആവശ്യത്തിന് വെള്ളം ശരീരത്തിൽ ഉണ്ടാവുക എന്നത്. ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തത് ശരീരത്തിലെ ഹോർമോൺ ബാലൻസ് കുഴപ്പത്തിലാക്കും. ഡീഹൈഡ്രേഷൻ വരുമ്പോഴും അതുകൊണ്ട് തന്നെ ഹോർമോണൽ ഇംബാലൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ജനറ്റിക്കൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹോർമോൺ തകരാറിലാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ആലസ്യം നിറഞ്ഞ ഒരു ജീവിതശൈലി, അതായത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ താല്പര്യപ്പെടാതിരിക്കുക, ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈല് എപ്പോഴും ഹോർമോണൽ ഇംബാലൻസിന് കാരണമാവാറുണ്ട്. ഹോർമോണൽ ഇംബാലൻസ് വരാതിരിക്കാനായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കുക, കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്യുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, കറക്റ്റായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ ശരീരത്തിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, കുടലിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കുക, സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക, ജങ്ക് ഫുഡ്സ്, അതുപോലെ പ്രോസസ്സ് ചെയ്യപ്പെടുന്ന ഭക്ഷണങ്ങൾ, അമിതമായിട്ട് പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ ഇവയൊക്കെ ഒഴിവാക്കുക. ഹെൽത്തി ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ, വൈറ്റമിൻ ഡി, മറ്റ് മിനറൽസ്, മാഗ്നീഷ്യം, സിങ്ക് ഇവയൊക്കെ ശരീരത്തിൽ ലഭിക്കാനായിട്ടുള്ള ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ആവശ്യത്തിന് പഴങ്ങളും പച്ചക്കറികളും ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികൾ ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഹോർമോൺ ഇംബാലൻസ് വരുമ്പോൾ ഒരുപാട് തരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഒബീസിറ്റി അല്ലെങ്കിൽ അമിതമായിട്ട് വണ്ണം വയ്ക്കുക, ശരീരഭാരം കൂടുക, അമിതമായിട്ട് മുടി കൊഴിച്ചിൽ, അമിതമായിട്ട് വിയർപ്പ്, ദേഷ്യം, മൂഡ് വേരിയേഷൻസ്, ഡിപ്രഷൻ, തൈറോയ്ഡ് പ്രോബ്ലംസ്, ആങ്സൈറ്റി, സ്ട്രെസ് ഇവയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ സ്ത്രീകളിൽ യൂട്രസ് സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ ഉറക്കക്കുറവ്, മുഖക്കുരു, ഫേഷ്യൽ ഹെയർ, ഇൻഫെർട്ടിലിറ്റി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് വഴിയും റെഗുലറായിട്ടുള്ള എക്സസൈസ് വഴിയും ഒരു പരിധിവരെ ഹോർമോൺ ഇംബാലൻസ് തടയാൻ നമുക്ക് സാധിക്കും. അതുപോലെ മെഡിസിൻസ് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻസ് കഴിക്കുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.